നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി, താങ്ങുപീഠം എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി നിർണായകമാകും. വിശദ ചോദ്യം ചെയ്യൽ നടക്കും. സ്വർണം പൂശുന്നതിന്റെയും അന്നദാനത്തിന്റെയും വഴിപാടുകളുടെയും പേരിൽ വ്യാപക പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയത് പണപ്പിരിവിനു വേണ്ടിയാണെന്നാണ് സൂചന. ബംഗളൂരുവിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വെഞ്ഞാറമൂട് കാരേറ്റിലുള്ള വീട്ടിലെത്തി. ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണ്. ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരമായി പണം വാങ്ങിയിരുന്നു. ദേവസ്വം ബോർഡിലെ ചിലർക്കും ഇതിൽ പങ്കുണ്ട്. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിലിന്റെ വാതിലെന്ന പേരിൽ ബംഗളൂരുവിലെ ശ്രീരാംപൂര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്നു. ബംഗളൂരുവിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്നയാളെന്ന കാര്യവും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. 8 വർഷം മുൻപ് മണ്ഡലകാലത്ത് കീഴ്ശാന്തിയുടെ പരികർമ്മികളിൽ ഒരാളായിട്ടാണ് ശബരിമലയിൽ എത്തുന്നത്. പിന്നീട് ശബരിമലയിൽ വില കൂടിയ സമർപ്പണം നടത്താനുള്ള ഇടനിലക്കാരനായി. ശബരിമല ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ആവശ്യപ്പെട്ടു. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ അഴിമതിക്കും ക്രമക്കേടിനും ദേവസ്വം ബോർഡ് ഉത്തരവാദിയാണ്. വെറും ഒരു വ്യക്തിയെ മാത്രം പഴിചാരി രക്ഷപ്പെടാൻ ബോർഡിനാകില്ല. ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന് ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ചിലരെ രക്ഷപ്പെടുത്താനാണ്. ദേവസ്വം ബോർഡിന്റെയും പ്രസിഡന്റിന്റെയും ഒത്താശയില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു വ്യക്തിക്ക് സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോകാൻ കഴിയില്ലെന്നും ബാബു പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം മറച്ചുവെക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്. 1999 വിജയ് മല്യ പൂശിയ സ്വർണം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നു. 4.5 കിലോ കുറച്ച് തിരികെ കൊണ്ടുവരുന്നു. സ്വർണം നഷ്ടപ്പെട്ടത് ദേവസ്വം ഉദ്യോഗസ്ഥർക്കും അംഗങ്ങൾക്കും അറിയാം. എന്നാൽ ഇക്കാര്യം ദേവസ്വം ബോർഡ് സമൂഹത്തോട് മറച്ചുവെച്ചു. ചിലരെയൊക്കെ സംരക്ഷിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ഉം CITU യൂണിയനും നയിക്കുന്ന ദേവസ്വം ബോർഡാണ് ഇപ്പോഴുള്ളത്. ദേവസ്വം ബോർഡുകളുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും അഴിമതിക്കെതിരെയും ഹിന്ദു ഐക്യവേദി പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കും. നവംബർ മാസത്തിൽ ശബരിമല സംരക്ഷണ ജാഗരണ പരിപാടികൾ നടത്തുമെന്ന് ബാബു പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ പാടില്ലായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തെ എതിർത്തവരാണ് വിവാദത്തിനു പിന്നിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രമമെന്നും പ്രശാന്ത് പറഞ്ഞു. എന്നാൽ ആരോപണമുന്നയിച്ചയാൾ തന്നെയാണ് പ്രതിയാകുന്ന സ്ഥിതി. ശബരിമല എന്ന പവിത്രമായ ആരാധനാലയത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി മുന്നോട്ടു പോകാൻ സാധിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 26 വർഷങ്ങളിലെ കാര്യങ്ങളിലെല്ലാം സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടും. ക്ഷേത്രം മുതൽ അറ്റകുറ്റപ്പണി നടത്താൻ ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. ശബരിമലയിലെ അവസാന വാക്ക് തന്ത്രിയുടേതാണ്. സ്വർണം ആവരണം ചെയ്യാൻ മെർക്കുറി ഉപയോഗിക്കുന്നതിൽ അന്താരാഷ്ട്ര നിയന്ത്രണമുണ്ട്. ഇതനുസരിച്ച് കേന്ദ്ര സർക്കാർ 2017 നിയമം പാസാക്കിയിട്ടുണ്ട്. താൻ പ്രസിഡന്റ് ആയ ശേഷം 5 തവണ കൊടിമരം പ്ലേറ്റിംഗിനായി ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ശബരിമലയിൽ 15 വർഷം മുൻപുണ്ടായിരുന്ന അന്തരീക്ഷമല്ല ഇന്ന്, പ്രശാന്ത് പറഞ്ഞു.